എല്ലാവർക്കും നമസ്കാരം. ശ്രീവത്സനാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രധാന കാരണം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ചില ആശങ്കകൾ കുറിച്ചിട്ടുള്ള ചിലതുപോലെ തീരെ ക്ലാരിഫിക്കേഷൻ നൽകണമെന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുടെ സംവാദങ്ങൾ കണ്ടതൊട്ടാണ്. കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ചിട്ടാണ്. ഹെൽത്ത് ഇൻഷുറൻസ് നൽകാൻ വേണ്ടിയിട്ട് കമ്പനികൾ വളരെ ഉത്സാഹത്തോടെ പരിശ്രമിക്കുന്നു, പരസ്യങ്ങൾ കൊടുക്കുന്നു, ഏജന്റുമാർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ പ്രീമിയം വാങ്ങിയ താല്പര്യം ക്ലെയിം വരുമ്പോൾ നൽകുന്നില്ല. എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ചില സെലക്റ്റഡ് കമ്പനികൾ ഇൻഷുറൻസിൻ്റെ ക്ലെയിം അനാവശ്യമായിട്ട് അല്ലെങ്കിൽ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് ക്ലെയിം നൽകുന്നില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. സത്യത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കമ്പനികൾ നടപടികൾ കൈക്കൊള്ളാനുള്ള കാരണം? യഥാർത്ഥത്തിൽ കമ്പനികൾ ഇത്തരം ആരോപണങ്ങൾ എടുക്കുന്നത് പോലെ പ്രീമിയം വാങ്ങാനുള്ള താല്പര്യം എലിജിബിളായ ക്ലെയിമുകൾക്ക് നൽകാതെ അല്ലെങ്കിൽ ക്ലെയിം വരുമ്പോൾ മുടന്ത ന്യായങ്ങൾ പറയുകയും പ്രീമിയം വാങ്ങാൻ താല്പര്യമുള്ള രീതിയിലുള്ള ഒരു നടപടിയാണോ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിൽ അവലംബിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. അതിനെക്കുറിച്ച് എൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ പറയണമെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 29 വർഷമായിട്ട് ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അഡ്വൈസറായിട്ട്. പ്രധാനമായിട്ടും LIC തന്നെയാണ്, LIC ചീഫ് അഡ്വൈസറാണ്. അതിനൊപ്പം തന്നെ 2006 ഇന്ത്യയിൽ സ്റ്റാർ ഹെൽത്ത്, ആദ്യത്തെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് വന്നപ്പോൾ അതിലേക്ക് ഏജൻസി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ജനറൽ ഇൻഷുറൻസിലും വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്വന്തം പോളിസിയും സ്റ്റാർ ഹെൽത്ത് തന്നെയാണ് ഉള്ളത്. പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും, ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ അഥവാ ഇത്തരത്തിൽ കൃത്യമായിട്ടും ക്ലെയിം കൊടുക്കാതിരിക്കുന്ന നടപടിയാണോ ഇൻഷുറൻസ് കമ്പനികൾ അവലംബിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പരിശോധനയാണ്. സ്വാഭാവികമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട വിഷയം, ഇൻഷുറൻസ് ഒരു കോൺട്രാക്റ്റാണ്. പോളിസി ഹോൾഡറും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്ട്. തീർച്ചയായിട്ടും കോൺട്രാക്റ്റിൽ ചില വ്യവസ്ഥകൾ അവിടെ ഉണ്ടാവും. ആ വ്യവസ്ഥകൾ എന്താണ് എന്ന് പ്രീമിയം നൽകുമ്പോൾ അല്ലെങ്കിൽ പ്രീമിയം നൽകുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. അതൊരു കൃത്യമായി പറയാനുള്ള ഒരു ഉത്തരവാദിത്വം അഡ്വൈസറായ എന്നെ പോലുള്ള ആൾക്കാർക്കുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം പണം കൊടുത്തിട്ട് പോളിസി എടുക്കുന്ന പോളിസി ഹോൾഡറായ നിങ്ങൾക്കുമുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ പോളിസി എടുക്കുമ്പോൾ അർഹമായ കാര്യങ്ങൾ കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരുമാണ്. അർഹമായ ക്ലെയിമുകൾ ഇന്ന് അഥവാ കമ്പനി നിരസിച്ചാൽ പോലും അത് വാങ്ങിച്ചെടുക്കാനുള്ള നിയമ സംവിധാനങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അനാവശ്യമായ ഒരു ക്ലെയിം റെപ്യൂട്ടേഷൻ ഒരു കമ്പനിയും സ്വാഭാവികമായിട്ടും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ്? ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ആ ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, നിബന്ധനകൾ, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കണ്ടീഷൻസ് ചെയ്തിരിക്കുന്നത്. ഇത്ര പ്രീമിയം നമ്മൾ നൽകുമ്പോൾ ഇന്ന ബെനിഫിറ്റുകൾ കമ്പനി നൽകാമെന്ന് പറയുമ്പോൾ ആ ബെനിഫിറ്റ് നൽകുമ്പോൾ കമ്പനി നിഷ്കർഷിക്കുന്ന ചില നിബന്ധനകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും 3 കണ്ടീഷൻസും ഒരു ക്ലോസുമാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഉണ്ടാവുന്നത്. അതിൽ ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് പീരീഡുകളാണ്. പ്രധാനമായിട്ടും വെയിറ്റിംഗ് പീരീഡുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. 3 തരം വെയിറ്റിംഗ് പീരീഡിൽ ആദ്യത്തെ വെയിറ്റിംഗ് പീരീഡ് ഫസ്റ്റ് 30 days വരുന്ന അസുഖങ്ങൾ ഒന്നും തന്നെ കവർ ചെയ്യില്ല എന്നുള്ളതാണ്. അപകടങ്ങൾക്ക് വിഷയമില്ല, പക്ഷേ അസുഖം മുഖാന്തരമാണ് ഒരു ആശുപത്രി അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് 30 days, ആദ്യത്തെ 30 ദിവസം യാതൊരു വിധത്തിലുള്ള ക്ലെയിംസും ഒരു പനിയാണെങ്കിൽ പോലും കിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് ആണ്. അതായത് നമുക്ക് നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിട്ടുണ്ടോ. ഏറ്റവും ചുരുക്കം പറയുകയാണെങ്കിൽ നാം ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അസുഖം എന്തായി കഴിഞ്ഞാലും എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അതിന് അനുബന്ധമായിട്ട് ഡോക്ടർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയോടും കൂടെ പറയാൻ നാം ബാധ്യസ്ഥരാണ്.
ഡോക്ടറോട് നമ്മൾ അതിന്റെ സാധ്യതകൾ മാത്രം പറയുന്നത് പണ്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ചില സമയങ്ങളിൽ മാത്രം അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ചികിത്സാ രേഖകൾ, പഴയ ചികിത്സാ രേഖകൾ നൽകേണ്ടത് ആവശ്യമുള്ളൂ. പക്ഷേ ഇൻഷുറൻസ് കമ്പനിയിൽ മുന്നേ എനിക്ക് ഇന്നൊരു അസുഖം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ വീണിട്ടുണ്ടായിരുന്നു, എൻ്റെ കൈക്ക് എല്ലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റീൽ ഇട്ടത് വരെ പല പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പം ഞാൻ എൻ്റെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറയേണ്ടതെന്നുള്ളതല്ല. നാളെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു അപകടം വരികയും അന്ന് എക്സ്റേ എടുക്കുമ്പോൾ ഈ സ്റ്റീൽ അവിടെ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് തീർച്ചയായിട്ടും ചോദിക്കാം ഈ സ്റ്റീൽ എപ്പോൾ വന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടായതോ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ളതോ ആയ കാര്യങ്ങൾ ഡോക്ടറോട് പറയണമെന്ന ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഡോക്ടറോട് പറയുന്നില്ലെങ്കിൽ പോലും ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ അത് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു കാര്യം വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി അതിനുള്ള സപ്പോർട്ടീവായിട്ട് മെഡിക്കൽ റെക്കോർഡ്സും കൂടെ ചോദിക്കും. അതും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത്തരം മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇത് റിസ്കിൻ്റെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് കമ്പനി പ്രപ്പോസ് ചെയ്ത പോളിസി നൽകാൻ പറ്റുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ അനുബന്ധമായിട്ട് മറ്റേതെങ്കിലും പ്ലാനുകൾ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ല അവർക്ക് പോളിസി കൊടുക്കാൻ സാധിക്കില്ലേ എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. അത്തരത്തിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് പോളിസിയുടെ കണ്ടീഷൻ അനുസരിച്ച് 1 വർഷം മുതൽ 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് വരാം. ചില പോളിസികൾ 1 വർഷം കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ കവേർഡാണ്, ചിലതിന് 3 വർഷം കഴിഞ്ഞിട്ടാണ് കവറേജ് വരിക, ചിലതിന് 4 വർഷം വരെ പോയേക്കാം. അപ്പോൾ രണ്ടാമത്തെ വെയിറ്റിംഗ് പീരീഡ് നിലവിലുണ്ടായ അല്ലെങ്കിൽ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന വെയിറ്റിംഗ് പീരീഡ്, പ്രീ എക്സിസ്റ്റിംഗ് ഇൽനസ് എന്ന് പറയും, ഡിക്ലെയർ ചെയ്ത കാര്യങ്ങൾക്ക്. ഇനി മൂന്നാമത് വരുന്നത് മാൻഡേറ്ററി ആണ്, നെയ്മഡ് എലമെന്റ്സ് എന്ന് പറയും. അതായത് നമുക്ക് പോളിസി എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ആദ്യത്തെ 2 വർഷം നിർബന്ധമായിട്ടും ക്ലെയിം കിട്ടാൻ സാധ്യതയില്ലാതെ ക്ലെയിം നൽകാത്ത കുറച്ച് അസുഖങ്ങളുണ്ട്. അത്ര കാഷ്വാലിറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങളല്ല എങ്കിൽ പോലും അസുഖങ്ങളാണ്. അതിൽ പൈൽസ്, ഫിസ്തുല, ഹെർണിയ, വെരിക്കോസിന്റെ പ്രശ്നങ്ങൾ, തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, ENT സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ പ്രോസ്റ്റേറ്റിന്റെ പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലംസ്, സ്ത്രീകളാണെങ്കിൽ യൂട്രസിന്റെ പ്രശ്നങ്ങൾ, സിസ്റ്റുകൾ വരാം, വെരിക്കോസ് വെയിൻസിന്റെ പ്രശ്നങ്ങൾ വരാം, വെരിക്കോസ് അൾസേഴ്സ് വരാം. ഇത്തരത്തിലുള്ള ഒരു 10-20ഓളം നെയ്മഡ് എലമെന്റ്, അത്ര വലിയ സീരിയസ് അല്ലാത്തതും നമ്മൾ ആന്റിബയോട്ടിക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടോ ഡയറ്റ് കൊണ്ടോ കാര്യമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാവുന്ന കുറച്ച് അസുഖങ്ങൾ. അത്തരം അസുഖങ്ങൾക്ക് 2 വർഷക്കാലം നമുക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ളതാണ് അതിനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ 3 തരം വെയിറ്റിംഗ് പീരീഡുകൾ എല്ലാ ഇൻഷുറൻസ് പോളിസികളിലും നിലവിലുണ്ടാവും. അതിൽ ചില കമ്പനികളിൽ ഈ ഫസ്റ്റ് 30 ഡേയ്സും 2 ഇയേഴ്സിന് പുറമെ പ്രീ എക്സിസ്റ്റിംഗ് കേസുകൾക്ക് മാത്രം ഈ പറയുന്ന കൊല്ലം 1 കൊല്ലമാണോ 4 കൊല്ലമാണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് 3 തരം വെയിറ്റിംഗ് പീരീഡ്. അതിന് പുറമെ നമുക്കൊരു ക്ലോസും കൂടിയുണ്ട്. ആ ക്ലോസിനെ മൊറട്ടോറിയം പീരീഡ് എന്നാണ് പറയുക. 2024 മുന്നേ വരെ അതിൻ്റെ പീരീഡ് 8 വർഷമായിരുന്നു. ഇപ്പം അത് 5 വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. എന്താണ് മൊറട്ടോറിയം പീരീഡ്? നമ്മൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വരെ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നാം പറയാൻ വിട്ടുപോയി, അല്ലെങ്കിൽ നാം പറയുന്നില്ല. തുടർന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ആ ഡോക്ടറോട് ആ പ്രത്യേക അസുഖങ്ങൾ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു, മെഡിക്കൽ റെക്കോർഡ്സിൽ അത് കാണുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ 5 വർഷത്തിനുള്ളിലാണെങ്കിൽ ആ ക്ലെയിം സംഭവിക്കുന്നതെങ്കിൽ കമ്പനിക്ക് വേണമെങ്കിൽ ഈ വസ്തുതകൾ മറച്ചു വെച്ചു എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് ആ ക്ലെയിം റെഗുലേറ്റ് ചെയ്യാം. ഒരുപക്ഷെ നമ്മൾ ആ പ്രത്യേക ആരോഗ്യ പ്രശ്നം അഡ്മിറ്റായ അസുഖത്തിനോട് തീരെ ബന്ധമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ട് കമ്പനിയിൽ അത് അറിയിച്ചില്ല എന്നുള്ള ഒരു വസ്തുതകൾ മറച്ചു വെച്ചു, അഥവാ സപ്രഷൻ ഓഫ് ദ മെറ്റീരിയൽ ഫാക്ട് എന്ന ക്ലോസ് വെച്ചിട്ട്, അഥവാ മൊറട്ടോറിയം ക്ലോസ് വെച്ചിട്ട് കമ്പനിക്ക് എലിജിബിളായ ക്ലെയിം ആണെങ്കിൽ പോലും ഡിനേ ചെയ്യാനോ ഹോൾഡ് ചെയ്യാനോ ഉള്ള അവകാശം ഉണ്ട്. ഇനി അതിനുശേഷം 5 വർഷത്തിന് ശേഷമാണെങ്കിൽ ആ മൊറട്ടോറിയം പീരീഡ് അത് വർക്ക് ചെയ്യുന്നത് കസ്റ്റമർ സൈഡിലാണ്. ഇൻ കേസ് നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനഃപൂർവ്വമല്ലാതെ നമ്മളത് വിട്ടുപോയി എങ്കിൽ കമ്പനിക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നൽകി കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ആ മൊറട്ടോറിയം പീരീഡിന് ശേഷമുള്ള 5 വർഷത്തിന് ശേഷം ക്ലെയിം നൽകണം എന്നുള്ളതാണ് നിയമം. അത് നൽകിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പോളിസി ഹോൾഡേഴ്സ് പരീക്ഷ നേടാൻ പറ്റും. ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാം, തീർച്ചയായിട്ടും അവർക്ക് ആ ക്ലെയിം നൽകാൻ പറ്റും. ഇങ്ങനെയുള്ള 3 വെയിറ്റിംഗ് പീരീഡുകളും ഒരു ക്ലോസും ഉള്ളതാണ് എല്ലാവിധ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും. പലപ്പോഴും നമ്മൾ നമുക്ക് ശ്രമിക്കുന്ന അല്ലെങ്കിൽ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ഇല്ലെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇൻഷുറൻസ് കമ്പനിയിൽ പറയാതിരിക്കും. അപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് ഒരു അസുഖം വരുന്ന സമയത്ത് ആശുപത്രി നമ്മൾ ഡോക്ടറോടൊത്ത് പറയുകയും ചെയ്യും. അപ്പോൾ ആ മെഡിക്കൽ റെക്കോർഡ്സിൽ ആ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവിക ഇൻഷുറൻസ് കമ്പനി എന്തുകൊണ്ട് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ സപ്പോർട്ടീവായ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കൺസൾട്ടേഷൻ എന്നുള്ള പേപ്പർ ചോദിച്ചേക്കാം. അതുപോലെ ഇൻഡോർ കേസ് ഷീറ്റ് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്മറി മാത്രമാണ് തരിക. പക്ഷേ ഇൻഡോർ കേസ് ഷീറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ആയ മുതൽ ഡിസ്ചാർജ് വരെയൊക്കെ ഉണ്ടാവുന്ന അവിടെ എല്ലാ റുട്ടീൻ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു റെക്കോർഡാണ് ഇൻപേഷ്യൻ കേസ് ഷീറ്റ്. ഇത്തരം കാര്യങ്ങൾ അവിടെ ഡിക്ലെയർഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കമ്പനി അത് ചോദിക്കും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി കമ്പനിക്ക് പോളിസി ഹോൾഡർ പറഞ്ഞത് വസ്തുതയാണ്, കാരണം ഇത്തരത്തിലെ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത ബോധ്യപ്പെട്ടാൽ ക്ലെയിം തരും. അതല്ല എങ്കിൽ ഈ പറയുന്ന 5 വർഷത്തിനുള്ളിൽ കമ്പനിക്ക് വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇൻഷുറൻസ് കമ്പനി പറ്റിച്ചു അഥവാ ക്ലെയിം നൽകിയിട്ടില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു, അത് ചോദിക്കാൻ കമ്പനിക്ക് എന്താണ് റൈറ്റ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വെച്ച് വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നം, ഇൻഷുറൻസിന്റെ കണ്ടീഷൻ പ്രകാരം ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ IRDA എന്ന് പറയുന്ന ഒരു അതോറിറ്റിയുടെ കീഴിലാണ് ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും. അതിനൊക്കെ നിയമം തുല്യമാണ്. അപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പറയാൻ ശ്രദ്ധിക്കണം. അത് പുറമെ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് പണം കയ്യിൽ നിന്ന് കൊടുക്കാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.